ഫ്രണ്ട്സ്, Asha Nairലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തിക്ക് എങ്ങനെയാണ് നല്ലോണം ഒരു മാവ് എങ്ങനെ കുഴക്കണം, ഡോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ആദ്യം മിക്സിയിൽ എങ്ങനെയാണ് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൽ ഇട്ടിരിക്കാം. അപ്പം കൈ കൊണ്ട് നമുക്ക് എങ്ങനെ കുഴച്ച് അതിൽ വേറെ എണ്ണയോ വേറൊരു ഇതുമില്ലാതെ നമുക്ക് എങ്ങനെ ഒരു നല്ല ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ എങ്ങനെയാ ചപ്പാത്തിക്ക് മാവ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇത് ഈ കുഞ്ഞ് കിണ്ണയിൽ ഇതിന് 3 കിണ്ണം മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, വേറെ നമ്മൾ ഒന്നും ഇടുന്നില്ല. അപ്പം ഞാൻ ഈ കിണ്ണത്തിന് നമുക്ക് അളന്ന് വെള്ളം എടുത്ത് നോക്കാം. അപ്പം നമുക്ക് എത്ര വെള്ളം നമുക്ക് ഇതിൽ യൂസ് ആവുന്ന 3 കിണ്ണം മാവാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളമാണ് കേട്ടോ. കൈ കൊണ്ട് കുഴക്കുന്ന കൈയെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പം നമുക്കിതിന് മാവ് കുഴയ്ക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അറ്റ് എ ടൈം കുഴയ്ക്കണം. മിക്സിയിൽ മാവ് കുഴച്ചാലും കേട്ടോ നല്ല പെട്ടെന്ന് ആവും. ഈ കൈ കൊണ്ട് കുഴക്കുന്ന ബിഗിനേഴ്സ് കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ല. അത് ആ വെള്ളത്തിന്റെ ഒരു ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളതിൽ കണ്ടില്ലേ, ഞാനിപ്പം ഈ ഒരു കിണ്ണം വെള്ളം നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഈ ഫിംഗറിലാവുന്ന മാവെല്ലാം കയ്യിൽ മാവൊക്കെ ആവും കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാൻഡ് ടച്ച് കൊടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളല്ലാതെ ഈ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിക്കുന്ന ആ ഒരു ഇതല്ലല്ലോ, കയ്യിലെ ടേസ്റ്റ് ആണ് എന്ന് പറയും. അപ്പം കൈയൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. കൊറോണ സമയമൊക്കെ അല്ലേ. നമ്മളിപ്പോ 1 കിണ്ണം വെള്ളം എടുത്തു. അപ്പം നമ്മൾ മാവ് ഇതുപോലെ ആയത് അടുത്ത് ഞാൻ ഇതുപോലെയാണ് മാവ് ചെയ്യാറുള്ളത്. ഇതുപോലെ കുഴച്ച് ഒരു 15-20 മിനിറ്റ് അങ്ങ് വെക്കും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും കറിക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റ് ആവും. ഞാൻ എണ്ണയോ വേറെ ഒരു ഇതും യൂസ് ചെയ്യാറില്ല ഇതിൽ, നെയ്യോ എണ്ണയോ ഒന്നും. പിന്നെ ചില ഗോതമ്പ് പൊടിയുടേതുമാണ് കേട്ടോ. അപ്പം അത് ചില ഗോതമ്പ് പൊടിക്ക് ഒരുപാട് വെള്ളം യൂസ് ആവും, ചിലത് ഒരുപാട് വെള്ളം കുറവേ ആവത്തുള്ളൂ. ആ ഒരു ഡിഫറൻസും വരും. അതുകൊണ്ട് നമ്മൾ വെള്ളം എപ്പോഴും ശ്രദ്ധിച്ച് ഒഴിക്കുന്ന. കണ്ടില്ല, ഇപ്പൊ ഒരു 2.25 കിണ്ണം വെള്ളം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല കട്ടിക്കാണ് ഇത്. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ചാലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ മാവിട്ട് കുഴച്ച് ഇനി ഇപ്പൊ നമുക്ക് ഇതിനെ ഇടിച്ച് കുഴയ്ക്കുമ്പോൾ അത് ശരിയാവും. മിക്സിയിൽ കുഴയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇത്രയും വരെയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആ 2 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആയി കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 കിണ്ണം വെള്ളം എടുത്തതിൽ ഇനി അപ്പൊ ഞാൻ 3 കിണ്ണം മാവായിരുന്നു എടുത്തത്. അതിൽ നമുക്ക് 1.25 കിണ്ണം വെള്ളം നമുക്ക് ഇതുവരെ യൂസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം നമുക്ക് ഇനിയിപ്പോ ഇത് വേണ്ടി വരും. മാവ് കുഴയ്ക്കുമ്പം നമ്മൾ ഇവിടെ ഈ ഭാഗം വെച്ചിട്ട് വേണം ഇനി അതിനെ കുഴയ്ക്കാൻ. മാവ് നല്ല ഇടിച്ച് കുഴച്ചാലേ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ്നെസ് വരത്തുള്ളൂ. മിക്സിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് ഒരു ചെറിയ കിണ്ണം മാവൊക്കെ അതങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ കേട്ടോ എനിക്ക് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കൂടുതൽ മാവൊക്കെ ആവുമ്പോൾ മിക്സിയിൽ പറ്റത്തില്ല, 3-4 പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, പാത്രമൊക്കെ നല്ല ഇതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരുപാട് ഹാർഡും ആയിരിക്കല്ലേ, പിന്നെ ഒരുപാട് സോഫ്റ്റും ആയിരിക്കല്ലേ. എന്നാൽ നമുക്ക് നല്ല ഫുൾക്ക, ചപ്പാത്തി ഏതിനാണെങ്കിലും
പിന്നെ വെള്ളം തളിച്ച് തളിച്ച് തന്നെ മാവ് കുഴക്കണം. എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം ഇട്ട് ചെയ്യുന്ന മാവാണെങ്കിൽ ചപ്പാത്തി ഒരുപാട് ലോങ് ടൈം വരെ നമുക്കത് സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ നല്ലൊരു പാത്രം അല്ലെങ്കിൽ ചെറിയ നനഞ്ഞ തുണിയിട്ട് അതിനെ മൂടി വെച്ചിരുന്നാലെന്ന് പറഞ്ഞാൽ അതൊരു 10-20 മിനിറ്റ് ഇത് നമ്മൾ കറിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇതാ കണ്ടില്ലേ? ഇപ്പം ഇതുപോലെ ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. 2 കപ്പ് വെള്ളം എടുത്തതിൽ ഇതാ ഒരു ഇച്ചിരി വെള്ളം ബാക്കിയുണ്ട്. ഇത് നമുക്ക് വെച്ചിരിക്കാം. ആ സമയത്ത് നമുക്കത് സോഫ്റ്റ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിനെ ഒരു പാത്രം ഇട്ട് അടച്ച് വെക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒരു പാത്രം ഇട്ട് ഇങ്ങനെ അടച്ച് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിൽ തവ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്ലിമ്മിലിടാം. അതിനുശേഷം കണ്ടില്ലേ മാവ് നമ്മൾ ഇങ്ങനെ, ഞാനിവിടെ ഒരു തുണി ഇങ്ങനെ വിരിച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എക്സ്ട്രാ മാവ് വരുന്നത് ഇതിൽ വീഴും. അപ്പം നമുക്ക് ഈ സ്ലാബ് ഇങ്ങനെ ക്ലീൻ ആക്കാനെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. നമ്മൾ മാവ് കണ്ടില്ലേ 20 മിനിറ്റ് നമ്മൾ അത് എത്ര 20 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒരു 10-20 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. അത് എത്ര കൂടുതൽ വെക്കുന്നത് നമ്മളെ അതിനനുസരിച്ച് നല്ലതായിരിക്കും. പിന്നെ ഓവർ ഒരു മണിക്കൂറിന് കൂടുതലൊക്കെ വെക്കണമെങ്കിൽ അതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതർവൈസ് ചൂട് സമയമൊക്കെ ആണെങ്കിൽ മാവ് കേടാവും. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആണ് മാവ്. അപ്പം നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് എത്ര വലിയ ബൗൾസ് വേണം അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ആദ്യമേ ഉണ്ടാക്കി വെച്ചാലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ചെറുതാണോ വലുതാണോ നമ്മുടെ വീട്ടിൽ എത്ര വലിയ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിനനുസരിച്ച്. അപ്പം നല്ല ഒരു ഫുൾക്ക നമ്മൾ കൈ കൊണ്ട് കുഴച്ച മാവിട്ട്, ഞാൻ ഫുൾക്ക ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞില്ല, മിക്സിയിൽ നമ്മൾ മാവ് കുഴച്ചപ്പോൾ ഫുൾക്ക ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു ഇട്ടത്. അപ്പം നമുക്കിത് ചെയ്യാം. വെച്ചിട്ടുണ്ട് കണ്ടില്ലേ? ഇതുപോലെ മാവ് തൊട്ട് നടുക്ക് സെന്റർ ഇട്ട് ഒരുപാട് ഇതാക്കണ്ട. അപ്പൊ നമുക്ക് സൈഡ് ഒന്ന് ഇതാക്കി കൊടുക്കണം. ഇതുപോലെ ലൈറ്റ് കൈയായിരിക്കണം. ഒരുപാട് പ്രസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ സെന്റർ ഒരുപാട് തിന്നായി പോവും. പിന്നെ ഇതുപോലെ തവ നമ്മൾ സ്ലിമ്മിലിട്ട് ചൂടാക്കുമായിരുന്നു. തവ ചൂടായി. ഇനി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തി ഇതിലോട്ട് പ്ലേസ് ചെയ്യാം. ഇത് ഒരു സൈഡ് ഇതുപോലെ ആവുമ്പോഴത്തേക്ക് നമുക്കതിനെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ഈ വശം പൊള്ളുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചപ്പാത്തി ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ സ്പീഡ് ഇല്ല എങ്കിൽ നമുക്കൊരു 3-4 എണ്ണം പരത്തി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഈ സൈഡ് കണ്ടില്ലേ? ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന് ഈ സമയത്ത് നമുക്കിതില് അടുത്ത ചപ്പാത്തി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് തവയില്. അപ്പൊ ഇത് ഇവിടെ പൊള്ളിയിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. കൈയിട്ട് ചെയ്യല്. ടോങ്ക് ഉണ്ടെങ്കിൽ ടോങ്ക് ഇട്ടേ അത് ചെയ്യാവും. ചപ്പാത്തി നമ്മളത് പൊള്ളിയിട്ടുണ്ട്. ഇത് ഇവിടെ ആക്കിയിട്ട് ഇനി ഇതിനെ ആ ചൂട് തവയിലല്ല ഇട്ടരുത്. ഇതുപോലെ തവ ചൂടായാലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫാസ്റ്റ് ആണ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അടുത്ത ചപ്പാത്തി ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞാനാണെങ്കിൽ ഇതിൽ തന്നെ ഇട്ടിട്ട് പൊള്ളിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു സൈഡിൽ നിന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ? നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് അതിൽ അടുപ്പിലിട്ട് ചെയ്യണമെങ്കിൽ അടുപ്പിലിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതിനെ മാറ്റിയിട്ട് അടുത്ത ചപ്പാത്തി.
തവ ചൂടാണെങ്കിൽ പെട്ടെന്ന് നമ്മളതാവും. കണ്ടില്ല, രണ്ടാമത്തെ ചപ്പാത്തിയായി. നമ്മൾ ഇതിനെ പ്ലേസ് അതിൽ അപ്പോഴേ ചെയ്തിരുന്നു. ഇത് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ഉള്ള നമ്മളൊരു 3-4 എണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആവും. ഒരുപാട് ഒരു 4-5 എണ്ണമൊക്കെ ഒരുപാട്, ഒരു 3-4 എണ്ണം വരെയൊക്കെ ഓവർ ആവുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ലെയർ വരും കേട്ടോ. അതാവുമ്പോഴത്തേക്കാണ് നമുക്ക് നേരെ പൊള്ളി കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് ഇതിലിട്ട് തന്നെ നമ്മൾ ഫുൽക്ക അല്ല, നമുക്ക് നെയ്യ് പുരട്ടിയോ എണ്ണ പുരട്ടിയോ ചപ്പാത്തി എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിൽ ചെറുതായിട്ട് ഓയിലോ നെയ്യോ, നമ്മൾ എന്താ കഴിക്കുന്നത്, ബട്ടറോ, അതുപോലെ പ്ലേസ് ചെയ്തിട്ട് ആ സമയത്ത് ലോയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് ഉള്ള, നമ്മൾ ആ സമയത്ത് ഒരു ചെറിയ സ്പാച്ചുലയോ പോയി നമുക്ക് എണ്ണയോ നെയ്യോ പുരട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ ആ തുണിയിട്ട് നമ്മൾ പൊള്ളിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്ത്, അല്ലെങ്കിൽ ഇതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, ഓവർ പൊങ്ങിയല്ല, ഇതുപോലെ ചെയ്ത് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതുപോലെ ഇത്രയും നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൽ തന്നെ എങ്ങനെ എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡ് സെന്ററിൽ ഡയറക്റ്റ് ചെയ്യണ്ട. അപ്പം നമുക്ക് തവ മാറ്റിയിട്ട് അതിൽ തന്നെ ഇട്ട് പൊള്ളിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് മാറും. പിന്നെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് ഇതുപോലെ ചെറുതായിട്ട് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുത്തിട്ട് നല്ല പൊള്ളിയും ചെയ്യും, നല്ല മുരിഞ്ഞ് കിട്ടും നമുക്ക് ചപ്പാത്തി. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? ഫ്രണ്ട്സ്, എല്ലാവരും കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഫുൽക്കയും നല്ല സോഫ്റ്റ് ചപ്പാത്തിയും. കണ്ടില്ലേ, ഇത്ര സോഫ്റ്റ് ആണ്. ഇതുപോലെ നമ്മളൊരു ടിഫണിനൊക്കെ ആണെങ്കിലും വീട്ടിൽ പെട്ടെന്ന് ചൂടായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, ഇതുപോലെ നല്ല ബലൂണ് പോലെ ഇരിക്കും. അപ്പം ചെറിയ ചെറിയ നമ്മൾ ടിപ്സും ട്രിക്സും ഒക്കെയാണ്. നമ്മൾ ഒരുപാട് ഓയിലോ നെയ്യോ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇതെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്കും പറയണം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും വേറെ ടിപ്സ് ഒക്കെ ഉണ്ട്, അതും എനിക്ക് ഷെയർ ചെയ്യണം. അപ്പം എല്ലാവരും കുക്ക് വിത്ത് ആശ നായർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു പുതിയ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കുക്ക് വിത്ത് ആശ നായരിൽ ഉടനെ കാണാം.